അയ്യോ വണക്കം. 10-20 ദിവസം ഒരു പാവം വൃദ്ധനെ പട്ടിണി കിട്ടുകൊണ്ട് അയാൾ ഇന്ന് ചാവോ നാളെ ചാവോ മറ്റന്നാ ചാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ മൂട്ടാനായിട്ട് അയാളെ ഫ്രണ്ടിൽ കൂടെ പക്കോടയും ബർഗറും ഐസ്ക്രീമും ബിരിയാണിയും എല്ലാം ഒക്കെ അടിച്ചു വിട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു അവൻ USA നിന്ന് വന്നപ്പോൾ അഭിജിത്ത് ദീപ്കെ USA നിന്ന് വന്നപ്പോൾ അവനൊരു 10-50 കിലോയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആൾ കയറി അങ്ങ് ചീർത്ത്. കാരണം 4 നേരമൊക്കെയാണ് ഇവൻ പോയി ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നേരെ അവൻ്റെ AC റൂമിലേക്ക് ഓടുകയാണ്. കാരണം അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം, ഇല്ലാതെ നമുക്കൊരു കാര്യവും നടക്കില്ല എന്നുള്ളതാണ്. ചത്താലും ചത്തില്ലെങ്കിലും 5 എന്ന് സഞ്ജയനം എന്ന് പറഞ്ഞ് CJP പാർട്ടിയുടെ ഒരുപാട് എണ്ണം ഈ സോനം വാങ്ചുക്കിൻ്റെ പലവിളി അടിയന്തരത്തിനായിട്ട് അവിടെ കാത്തു കിടക്കുന്നുമുണ്ടായിരുന്നു. അതിനെല്ലാം ഒരു അന്ത്യമിട്ടുകൊണ്ട് ഇന്ന് രാവിലെ സോനം വാങ്ചുക്കിനെ നമ്മുടെ ഡൽഹി പോലീസും സേനയും എല്ലാം ചേർന്ന് എന്ത് ചെയ്തു, തട്ടിത്തോളി കയറ്റി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സോനം വാങ്ചുക്കിൻ്റെ ഭാര്യയായിട്ടുള്ള ഗീതാഞ്ജലി പറയുന്നത് ആശുപത്രി കൊണ്ടുപോയാലും അദ്ദേഹം നിരാഹാര സമരം നടത്തുമെന്ന് തന്നെയാണ്. ഞാനൊരു കാര്യം പറയാം, ഈ പാവം പിടിച്ചവന് നിരാഹാര സമരം നടത്താൻ യാതൊരുവിധ താല്പര്യവുമില്ല. അത് അയാൾ തന്നെ ആ വേദിയിൽ തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് അയാൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്? അയാൾ ഈ നിരാഹാര സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ പാവം എണീച്ച് വേച്ച് കയ്യിൽ മൈക്കും പിടിച്ചില്ലെന്ന് പറഞ്ഞത് എനിക്കൊരു വിഷമം മാത്രമേ ഉള്ളൂ മക്കളെ. അപ്പോൾ അവൻ ചോദിച്ചു എന്താ അപ്പോൾ വിഷമം എന്ന് ചോദിച്ചപ്പോൾ ഞാനിവിടെ വെറുതെ കിടക്കുമ്പം നിങ്ങളെല്ലാം അവിടെ ഇരുന്ന് മിണ്ണ അടിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അതിൻ്റെ അർത്ഥം എന്തോന്നാണ്? ഞാൻ മനസ്സിലാക്കുന്നത് സോനം വാങ്ചുക്ക് അവിടെ പ്രൊട്ടസ്റ്റ് കാണാനായിട്ട് വന്നതാണ്. അയാളെ പിടിച്ച് നിരാഹാര സമരം ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അയാളെ പിടിച്ച് കിടത്തിയിട്ട് അവസാനം വെള്ളം പുതപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു അവന്മാരെല്ലാം കൂടെ. അതൊക്കെ അങ്ങ് പള്ളിയിൽ പോയി നോക്കിയാൽ മതി. അയാൾക്ക് മനസ്സിലായി എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന്. ആദരാഞ്ജലികൾ അഡ്വാൻസ് ആയിട്ട് എഴുതുന്നതിന് മുമ്പേ അയാൾ തന്നെ ഒരു കോടതിയിൽ ഒരു ഹർജി കൊടുത്ത് കോടതി എന്ത് ചെയ്തു, ഈ പാവം പിടിച്ചവനെ എടുത്തുകൊണ്ട് പോടാ എന്ന് കോടതി പറഞ്ഞു. കോടതി എന്ത് ചെയ്തു, അയാളെ എടുത്ത് മോചിപ്പിച്ചപ്പോൾ എന്താണ്, ഓസ്കാർ ലെവൽ ആക്ടിംഗ് ആണ് നമ്മുടെ അഭിജിത്ത് ദീപ്കെ അവിടെ കിടന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഓസ്കാർ ലെവൽ കരയുന്നു, നെഞ്ചത്തടിക്കുന്നു, പൊട്ടിക്കരയുന്നു. മറ്റേ നമ്മുടെ ഒരു സിനിമയുണ്ടല്ലോ ജൂനിയർ മാൻട്രേക്ക് എന്ന് പറഞ്ഞാൽ, അതിൽ ജഗതി ഒരു പായും തലേണിയായിട്ട് നേരെ റോഡിൽ വന്ന് കിടക്കും. ഇങ്ങനെ റോഡിൽ വന്ന് കിടത്തിട്ട് ഇനി ഒരു പബ്ലിക് ന്യൂസൻസ് ആവാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കയറി കിടക്കും. വീണ്ടും അവിടെ പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ഇവിടെയാണ് പാവിച്ച് കിടക്കണത് എന്ന് പറഞ്ഞപ്പോൾ അഭിജിത്ത് ദീപ്കെ പോലീസിനോട് പിന്നെ ഞാൻ തൻ്റെ വീട്ടിൽ കിടക്കാം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് അനിശ്ചിതകാല നിരാഹാരം ഞാൻ തുടങ്ങാൻ പോവുകയാണെന്നാണ് ഇവൻ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇവനെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല. USA ജോലിയും കൂലിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഒരുത്തനാണ് ഇവനെന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞതല്ല, ഇവൻ്റെ കൂട്ടുകാരൻ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഒരുത്തൻ ഇവിടേക്ക് വന്ന്, ഇവൻ AAPയുടെ ആളാണ്. ഇവിടേക്ക് വന്ന് അരവിന്ദ് കെജ്രിവാളിനെ അറിയാമല്ലോ, അണ്ണാ ഹസാരയെ അവിടെ പ്രൊട്ടസ്റ്റ് നടത്തിയപ്പോൾ അണ്ണാ ഹസാരയുടെ കാല് തൊട്ട് വന്നിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്, അണ്ണാ ഹസാരെ നിരാഹാരം കിടന്ന ആ സമയത്ത് UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു സർക്കാരായിരുന്നു. നിർഭയ കേസൊക്കെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ തെരുവിലിറങ്ങിയ കാര്യമൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ആ സമയത്ത് അണ്ണാ ഹസാരയ്ക്ക് എന്ത് ചെയ്തു, പിന്തുണ കിട്ടി. പക്ഷേ സംഭവം ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സംഭവം എന്ന് പറഞ്ഞാൽ രാജ്യത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു അഴിമതി നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഒരു നീറ്റ് പേപ്പർ ചോർച്ച വന്നു, അത് BJP ഞാനും വിമർശിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ചോരാൻ പാടില്ല. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു കിഴങ്ങനായിട്ടുള്ളൊരു മന്ത്രി അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആ മന്ത്രിയെ മാറ്റണം. അത് നരേന്ദ്രമോദിക്കും ബോധ്യമായി. നരേന്ദ്രമോദി അത് മാറ്റും, റീഷഫ്ലിംഗ് ഉണ്ടാവും. അതിന് മുമ്പേ ഉമാർ എന്ത് ചെയ്തു, ആ മന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞ് നിരാഹാരം കിടന്നു. റീഷഫ്ലിംഗ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എന്ത് ചെയ്യാനായിട്ട്, ക്രെഡിറ്റ് അടിച്ചെടുക്കാനായിട്ട്. പിന്നെ മോദി പറഞ്ഞു നീ അവിടെ കിടക്കത്തേ ഉള്ളൂ എന്ന് മോദി അങ്ങനെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ ഉള്ളൊരു അഴിമതി എന്ന് ഇവർ ആരോപിക്കുന്നത് എത്തനോൾ അഴിമതിയാണ്, E20 പെട്രോളിൻ്റെ അഴിമതി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ E20 പെട്രോളിൻ്റെ അഴിമതി ഞാൻ നല്ല ഭംഗിയായിട്ട് പഠിച്ചൊരു മനുഷ്യനാണ്. അതിനകത്ത് എന്താണ് അഴിമതി എന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. നിതിൻ ഗഡ്കരിയുടെ മകൻ്റെ ഓഹരി അങ്ങ് കുതിച്ചുയർന്നു എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം, നിതിൻ ഗഡ്കരി ഈ മന്ത്രിയാകുന്നതിന് മുമ്പും നിതിൻ ഗഡ്കരി പാരമ്പര്യമായിട്ടും അവർ ഈ ഷുഗർ മിൽസ് ഉള്ള ടീമാണ്. അതായത് ഷുഗർ മിൽസ്, പഞ്ചാര കച്ചവടമുള്ള ടീംസാണ്. അങ്ങനെയുള്ള ടീംസാണ് നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള നിതിൻ ഗഡ്കരി അങ്ങനെ വന്നല്ല, നിതിൻ ഗഡ്കരി ഇപ്പോൾ ഒരു കമ്പനി ഉണ്ടാക്കി അടിച്ചെടുത്ത് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തതൊന്നും അല്ല. ഞാനൊരു കാര്യം പറയാം, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല E20 പെട്രോളിനെ കുറിച്ച്? ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. അതായത് നിതിൻ ഗഡ്കരിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? രാഹുൽ ഗാന്ധിയാണല്ലോ ചില സമയത്ത് നിങ്ങളുടെയൊക്കെ ഡാഡിയായിട്ട് വരുന്നത്. രാഹുൽ ഗാന്ധി മിണ്ടാത്തത് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി മിണ്ടാത്തത്. ഒന്ന് ചുമ്മാ അന്വേഷിച്ച് നോക്ക്, വെറുതെ അന്വേഷിച്ച്. എല്ലാം കൂടെ ഞാൻ അങ്ങ് തള്ളിത്തന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ എനിക്ക് വാർത്ത ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതുകൊണ്ട് ചുമ്മാ ഒന്ന് അന്വേഷിച്ച് നോക്കുക, അതുകൊണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ അഭിജിത്ത് ദീപ്കെ രാവിലെ ചെന്നിട്ട് ഇവൻ്റെ AC റൂമിലാണ് ഇവൻ കിടക്കുന്നത്. AC റൂമിൽ പോയി പോലീസ് വിളിച്ചെടുത്ത് എണീപ്പിച്ചുകൊണ്ട് വരുന്നു. ഇവൻ പറഞ്ഞു സോനം വാങ്ചുക്കിനെ ഇതാ വലിച്ചടക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നിട്ടില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ ദൃശ്യസഹിതം തെളിയിച്ചു കൊടുത്തു. ഇവൻ പിന്നെ പറഞ്ഞു എന്നെ മർദ്ദിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നിട്ടില്ല എന്ന് എന്താണ്
ദൃശ്യങ്ങൾ സഹിതം അവർ വീണ്ടും തെളിയിച്ചു കൊടുത്തു. പോലീസ് പച്ച തെറി വിളിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിമ്മതിയാണ്. പക്ഷേ ഇവൻ 2 തെറി കിട്ടേണ്ട ആവശ്യമുണ്ട്, 2 അടിയും കിട്ടേണ്ട ആവശ്യമുണ്ട്. പക്ഷേ പോലീസ് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് വീണ്ടും ദേശീയ മാധ്യമങ്ങൾ ദൃശ്യങ്ങളിലൂടെ തെളിയിച്ചു കൊടുക്കുകയാണ്. ഇനി ഇവൻ നിരാഹാരം കിടക്കാൻ പോവുകയാണ്. 2 ദിവസത്തിൽ, അതായത് ജൂലൈ 20 ഒരു മാർച്ചുണ്ട്, പാർലമെൻറ്റിലോട്ടൊരു മാർച്ചാണ്. എല്ലാവരും വരണം. ഈ മാർച്ച് വലിയ വിജയമായി കഴിഞ്ഞാൽ വാങ്ചുക്ക് എന്ത് ചെയ്യും, നിരാഹാര സമരം അവസാനിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞിരുന്നത്. എന്തായാലും ആ മാർച്ച് വരെ ഇവൻ എന്ത് ചെയ്യും, നിരാഹാരം അനുഷ്ഠിക്കും. അത് കഴിഞ്ഞ് പൊടിയും തട്ടി എഴുതിച്ച് പോകും. അത് മാത്രമേ ഇതിനകത്ത് ഞാൻ കാണുന്നൊരു സംഭവമായിട്ടുള്ളൂ. നിലവിൽ അത് മാത്രമേ കാണുന്നുള്ളൂ. ഇനി ഏറ്റവും നല്ലൊരു കിടിലമായിട്ടുള്ളൊരു സാധനം ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു സംഭവം, മനോരമയിലൊരു വാർത്തയാണ്. കണ്ട് ഞാൻ കഞ്ചുകിതനായിപ്പോയി. രോമമെഴിച്ച് ഡാൻസ് കളിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് മനോരമ വാർത്ത അടിച്ചു വച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ സാധിക്കുന്നു എനിക്ക് എത്ര മനസ്സിലാവുന്നില്ല. അതെ, ഇതാണ് മനോരമയുടെ വാർത്ത. ഇങ്ങനെയും കാണിക്കാം, പിന്നെ അത് ഇവിടെയും കാണിക്കാം. ഇതാണ് മനോരമയുടെ വാർത്ത. മുഖത്ത് ചോര ഒഴുക്കി അഭിജിത്ത് ദീപ്കെ, ജന്തർ മന്ദറിൽ സംഘർഷം. അല്ല, ഈ ചോര അഭിജിത്ത് ദീപ്കയുടെ മുഖത്തുനിന്ന് ചോര ഒഴുകുന്നത് ഞാൻ കണ്ടില്ല ഇതുവരെ. അത് വേറെ ഒരു മാധ്യമങ്ങളിലും വന്നിട്ടില്ല. ചോര ഒഴുകുകയാണെങ്കിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. ആ സ്കോപ്പ് നിങ്ങൾക്കറിയാമല്ലോ. അഭിജിത്ത് ദീപ്കയുടെ മുഖത്ത് നിന്നും ഇങ്ങനെ ചോരത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നത് നമ്മുടെ അൽ ജസീറയും BBC ഒക്കെ സൂം ചെയ്യും. അങ്ങനെ സൂം ചെയ്ത് സൂം ഔട്ട് ചെയ്ത് ഈ ചോരത്തുള്ളി ഇങ്ങനെ ഇറ്റ് വീഴുന്ന ആ ചോരത്തുള്ളി നേരെ എന്താക്കും, ഒരു മഴത്തുള്ളിയാക്കും. ആ മഴത്തുള്ളി വീണ്ടും ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്ന ആ ഒരു ഓലക്കൂരയിൽ അഭിജിത്ത് ദീപ്കയുടെ അമ്മ അഭിജിത്ത് ദീപ്കയെ കാത്തിരിക്കുന്നു. എൻ്റെ മകൻ സമരത്തിന് പോയതാണ്, അവൻ എന്ത് സംഭവിച്ചോ എന്തോ. നല്ല കിടുക്കാച്ചി സ്റ്റോറിയാണ്. സത്യം പറയട്ടെ, രാജ്യം അങ്ങോട്ട് ഇളവും, മോദിയുടെ കസേര തെറിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യുകയും ചെയ്യും. കണ്ടില്ല അടിച്ചു വിട്ടിരിക്കുന്നത് അഭിജിത്ത് ദീപ്കയുടെ മുഖത്ത് ചോരപ്പുഴ. എവിടെയാണ് ചോര ഒഴുകിയത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ സംഭവം ഞാനത് അന്വേഷിച്ചപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സ്ത്രീ ഇവൻ്റെ മുഖത്ത് ഇങ്കൊഴിച്ചതാണ്. ഇങ്കെന്ന് പറഞ്ഞാൽ അറിയാലോ, മഷിയാണ് എടുത്തൊഴിച്ചത്. ആ സ്ത്രീ എന്താണ്, അവരുടെ മകൻ 650 മാർക്കാണ് ആദ്യത്തെ നീറ്റ് എക്സാമിൽ നേടിയത്. ആ നീറ്റ് എക്സാം ക്യാൻസലായിപ്പോയി. അതോടുകൂടി ആ കുട്ടി വലിയ രീതിയിൽ വിഷമത്തിലായി. ഷീ ഹാസ് ബീൻ അറ്റ് ദ പ്രൊട്ടസ്റ്റ് ഫോർ ദ ലാസ്റ്റ് 2 days. അതായത് അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു, ഈ പ്രൊട്ടസ്റ്റിന് വന്നു. ന്യായമായിട്ടുള്ള കാര്യമാണ്. ഷീ ഗേവ് ആൻ ഇൻ്റർവ്യൂ സെയിങ് ദാറ്റ് ദെയർ വാസ് നോ ഡിസ്കഷൻ അബൌട്ട് നീറ്റ് സ്റ്റുഡൻസ് ദെയർ. അതായത് അവർ പറയുന്നത്, ഞാൻ അവിടെ വന്നതിന് ശേഷം ഇവന്മാർ ഈ ബിരിയാണി വെപ്പും തീറ്റയും കുടിയും അപ്ലോഡിങ്ങും ഡൗൺലോഡിങ്ങും അല്ലാതെ അതിനകത്ത് നീറ്റ് സ്റ്റുഡൻസിൻ്റെ നല്ലതിനു വേണ്ടി ഒരു ഡിസ്കഷൻസ് പോലും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഈ അമ്മ പറയുന്നത്. ദിസ് മോർണിംഗ് ഷീ ഹേർഡ് എ വുമൻ സെയിങ് ഭാരത് ഹമാരി മാ ഹേ തോ ഭാരത് കാ ബാപ്പ് കോൻ ഹേ. അതായത് ഇന്ന് രാവിലെ ഒരു പെണ്ണുമ്പിള്ള അവിടെ നിന്ന് പറയുന്നത്, ഭാരതം നമ്മുടെ അമ്മയാണെങ്കിൽ നമ്മുടെ തന്ത ആരായിരിക്കും എന്ന് ചോദിക്കുന്നതാണ് ഇവർ കേട്ടത്. നമുക്കറിയാം അതിനകത്ത് കിടക്കുന്ന പല പാറ്റകളുടെയും പല വാചകങ്ങൾ വന്നിട്ടുണ്ട്. രാമനെ അപമാനിക്കുന്നത്, സീതയെ അപമാനിക്കുന്നത്, നീറ്റ് പരീക്ഷയ്ക്ക് ഇരിക്കുകയാണ്, പിന്നെ നരേന്ദ്രമോദിയെ അപമാനിക്കുന്നത്, ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുന്നത്, മറ്റ് ദൈവങ്ങളെ പുകഴ്ത്തുന്നത്, തീവ്രവാദികളെ പുകഴ്ത്തുന്നത്, ഖാലിദ് ഉമറിനെ പറയുന്നു. ഖാലിദ് ഉമർ ആരാണ്? ഖാലിദ് ഉമർ എൻ്റെ തന്തയാണ് എന്നാണ് പല CJPക്കാരും അതിനകത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തു, ഇത് കേട്ടപ്പോൾ, അതായത് ഭാരത് ഹമാരി മാ ഹേ തോ ഭാരത് കാ ബാപ്പ് കോൻ ഹേ എന്നവർ ചോദിച്ചപ്പോൾ, hearing this triggered her and she went to Sonam Wangchuk to tell him that he is with the wrong people. സോനം വാങ്ചുക്കിനോട് ഇവർ പറയാൻ ചെന്നു, ചേട്ടാ ഇവിടെ ഇരിക്കരുത്, നിങ്ങൾ വെള്ള പുതപ്പിക്കേണ്ടി വരും എന്നവർ പറയാനായിട്ട് ചെന്നു. സോനം told her to speak to Abhijit, but Abhijit Deepke was nowhere to be found. Later they found out that he was staying in a 5-star hotel. This was triggered both her and Sonam Wangchuk, since she then threw ink at him saying, you cheated us, you were giving us false hopes. അതായത് ഇവന്മാരുടെ പ്രപ്പഗാൻഡ മനസ്സിലാക്കി ആ സ്ത്രീയാണ് ഇവന്മാരുടെ മുഖത്തേക്ക് ഇങ്ക് എടുത്തൊഴിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഞാൻ എൻ്റെ യഥാർത്ഥ വാർത്തയിലേക്ക് കടക്കാം. ഇതുവരെ അവിടെ നടന്ന സംഭവ വികാസങ്ങളാണ്. ചേച്ചി മാളത്തിൽ നിന്നും പുറത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗീതു മോഹൻദാസ് എയറിൽ കയറ്റി വിട്ട് കഴിഞ്ഞ ശേഷം ചേച്ചി വീണ്ടും മാളം തുറന്ന് വീണ്ടും പുറത്തിറങ്ങി വന്ന് ചേച്ചി ചീറ്റി തുടങ്ങിയിരിക്കുകയാണ്. ചേച്ചി അങ്ങനെ ചേച്ചിയുടെ ധാർമ്മിക ദോഷം തിളച്ചു. നമ്മുടെ പൃഥ്വിരാജിൻ്റെ സിനിമയായിട്ടുള്ള ഐ നോബഡി എന്ന് പറയുന്ന ആ സിനിമയിൽ അഭിനയിച്ച നായികയല്ലേ ചേച്ചി, നമ്മുടെ പാർവതി തിരുവോത്ത്. നമ്മുടെ പാർവതി തിരുവോത്ത് ചേച്ചിയുടെ രക്തം തിളച്ചു. രാവിലെ സോനം വാങ്ചുക്കിനെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ആദരണീയമായിട്ടുള്ള നടിക്ക്, അങ്ങനെ പറയാം, ആ നടിക്ക് സോനം വാങ്ചുക്ക് ചത്ത് കാണണം എന്നാണ് ആഗ്രഹം എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അയാളെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഇവർ നെഞ്ചത്തടി നിലവിളിയായിരുന്നു എന്നുള്ളതാണ്. അയാളെ ജീവിപ്പിക്കാനാണ് കൊണ്ടുപോകുന്നത്, കൊല്ലാനല്ല എന്നുള്ളതാണ്. നമ്മുടെ പാർവതി തിരുവോത്ത് ചേച്ചി ഫേസ്ബുക്കിൽ ചേച്ചിയുടെ അമർഷം മുഴുവൻ എടുത്തങ്ങ് വാരിക്കോരി അടിച്ച് പൂശി.
ചേച്ചി പറയുന്നത് അബ്ഡക്ഷൻ ഓഫ് അവർ റൈറ്റ്സ്. ഇതാ കൊണ്ടുപോകുന്നത് കണ്ട, നമ്മുടെ റൈറ്റ്സിനെയാണ് കൊണ്ടുപോകുന്നത്, ആരെങ്കിലും പിടിയടാ എന്നാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബ്ഡക്ഷൻ ഓഫ് അവർ വോയിസസ്, നമ്മുടെ വോയിസിനെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. സോനം വാക്ചുക് ജി, വെൻ ദ പ്രൊട്ടക്ടേഴ്സ് ബിക്കംസ് ദ അബ്യൂസേഴ്സ്, അതായത് നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, നമ്മുടെ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അബ്യൂസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു എന്നാണ് ചേച്ചി പറയുന്നത്. ഇത്തിരി കടന്നുപോയി എങ്കിലും കുഴപ്പമില്ല. പിന്നെ ചേച്ചി ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ടും സിനിമയൊന്നും കിട്ടാത്തത് കൊണ്ടും വല്ലപ്പോഴുമൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടി ജീവിച്ച് പോകുന്നത് കൊണ്ടും തന്നെ ഇത് രാജ്യത്തിനെതിരെ പറയുന്നത് പോലെയാണെങ്കിൽ പോലും ഞാനത് വകവയ്ക്കുന്നില്ല. ഞാൻ വകവച്ചാലും വകവച്ചില്ലെങ്കിൽ അവർക്കൊന്നുമില്ല, അത് വേറെ കാര്യം. വി ബെറ്റർ റിമൈൻ ദം ദാറ്റ് വി വിൽ നെവർ ലെറ്റ് അവർ ഇന്ത്യ ബി റൺ ബൈ ക്രൂക്ക് ആൻഡ് ലയേഴ്സ്. അത് നല്ലൊരു കാര്യമാണ്, അത് ഞാൻ എൻ്റെ വാക്കായിട്ട് എടുക്കുന്നു. അതായത് we better remind them that we will never let our India be run by crooks and liars. And I'm also reminding you that we'll also don't let our India be run by crook, liars, abusers and grotty people like these guys എന്നെനിക്ക് പറയാനായിട്ടൊരു ആഗ്രഹമുണ്ട്. അതായത് ചേച്ചി പറയുന്നത് നമ്മൾ അവരെ ഓർമ്മിപ്പിക്കണം, നമ്മുടെ രാജ്യത്ത് ഈ ക്രൂക്കിങ്ങിലൂടെ ഭരണം പിടിക്കുന്നവർക്കും നുണ പറയുന്നവന്മാർക്കും എന്തില്ല, സ്ഥാനമില്ല, നമ്മൾ അവരെ ഓർമ്മിപ്പിക്കണം എന്നാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഐ നോബഡി പൊട്ടിയതിൻ്റെ വേവാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യമായിട്ടും. സോളിഡാരിറ്റി ആൻഡ് സപ്പോർട്ട് ടു ദ ബ്രേവ് സിറ്റിസൺസ് അറ്റ് ജന്തർ മന്ദർ ആൻഡ് അക്രോസ് ദ കൺട്രി. അക്രോസ് ദ കൺട്രി ഒന്നുമില്ല, ജന്തർ മന്ദർ പോലും ഇല്ല, 4, 3, 7 ആൾക്കാരുണ്ട്, അവരുടെ പേര് വേണമെങ്കിൽ എഴുതിയിടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പാർവതി തിരുവോത്ത് ചേച്ചി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന PSCയുടെ വിഷയമൊന്നും അറിഞ്ഞിട്ടില്ല. കേന്ദ്രത്തിൽ നടക്കുന്ന സമരമൊക്കെ അത് കേന്ദ്രം നോക്കിക്കോളും എന്നൊരു, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. കാരണം അതൊക്കെ അവർ സോൾവ് ചെയ്തിട്ടുമുണ്ട്, കാര്യങ്ങളൊക്കെ വെടിപ്പാക്കിയിട്ടുമുണ്ട്. എത്ര ഉദാഹരണം മുമ്പിൽ കിടക്കുന്നു, എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. അങ്ങനെ സോൾവ് ആക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടാത്ത കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് സോൾവ് ആക്കാത്തത്. ഉദാഹരണം 370 റദ്ദാക്കിയപ്പോൾ കുറേ എണ്ണം ചിലച്ചോണ്ടിറങ്ങിയില്ലേ തെരുവിൽ, അത് വേണ്ട. പൗരത്വ ഭേദഗതിക്ക് വന്നപ്പോൾ പ്രകൃതിക്ക് പോലും സഹിച്ചില്ല, ഒരു കോവിഡിനകത്ത് വിട്ടുകൊടുത്ത് താത്തമാരെയൊക്കെ അള്ളിക്കൊണ്ട് കോവിഡ് പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം ഇടിച്ച് പൊടിയും തട്ടി വീട്ടിൽ പോയി. അതോടുകൂടി അത് അവസാനിച്ചു. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമതിയൊക്കെ നല്ലപോലെ നടപ്പാക്കി, SIR ആയി, NPC ആയി, NRC ആയി. ഇപ്പോൾ ബംഗ്ലാദേശികളെല്ലാം കൂട്ടമായിട്ട് വെളിയിലോട്ട് നിൽക്കുകയാണ്. അവിടെ നമുക്ക് മനുഷ്യത്വമൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് കാര്യമെന്ന് പറയുന്നത്. എന്തായിരുന്നാലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ട ആ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ജനങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ഇടാത്തത്. നീറ്റ് പേപ്പർ ചോർച്ച വളരെ ഗുരുതരമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. അത് ഗുരുതരമായിട്ട് പരിഗണിച്ചിട്ടുമുണ്ട്, ഇത്തവണ അത് ഭംഗിയായിട്ട് നടത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. അത് പരിഹരിക്കപ്പെട്ടു. ഇനി അടുത്ത തവണ കൂടെ അതെന്ത് ചെയ്താൽ ആ ഒരു പേപ്പർ ലീക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ പേപ്പർ ലീക്കിനെ കുറിച്ച് പുറത്ത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ അതിഭീകരമായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് ചെയ്യണം. ഞാനുണ്ടായിരിക്കും, എൻ്റെ ചാനലിലൂടെ മോദിക്കെതിരെ വാർത്ത കൊടുക്കാൻ ഞാനുണ്ടായിരിക്കും. കാരണം ഇതൊന്നും 2 അല്ല 4-5 വട്ടമായി അങ്ങനെ നമ്മൾ വിട്ടാൽ ശരിയല്ല എന്ന് പറഞ്ഞ് ഞാനുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ പുറത്ത് വിടും. എന്തായിരുന്നാലും ഈ ക്രൂക്സ്, ലയേഴ്സ് ഇങ്ങനെയുള്ള വില കുറഞ്ഞ വാചകങ്ങളൊന്നും ഉപയോഗിക്കരുത്, മനസ്സിലായില്ല? അങ്ങനെയുള്ള വില കുറഞ്ഞ വാചകങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഭരണഘടന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക്, അവിടെ ജന്തർ മന്ത്രിയിൽ നിൽക്കുന്ന അവന്മാർക്കൊക്കെ ഒരു തോന്നലുണ്ട്, അതായത് അവൻ ഭഗത് സിംഗ് എന്നൊരു തോന്നലുണ്ട്. അങ്ങനെയൊന്നും ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നിന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ, ഹമാരാ ഭാരത് ഹേ, ഇതിനെ നശിപ്പിക്കാൻ ഒരു നുണയനെയും നമ്മൾ സമ്മതിക്കില്ല എന്ന് പറയുന്ന യുവമാരത്തൊക്കെ പോയിട്ട് അവിടെയുള്ള മാധ്യമപ്രവർത്തകർ ചോദിക്കുക, അരേ ബായ് എന്താണ് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചിലവന്മാർ പറയുന്നത് ഹം തോ ബംഗ്ലാദേശ് മേ ഹേ, അതായത് ഞാൻ ബംഗ്ലാദേശിൽ നിന്നാണ് വരുന്നത്. ബംഗ്ലാദേശിൽ നിന്നാണെങ്കിൽ എനിക്കിവിടെ എന്താടാ കാര്യം എന്ന് പറയുമ്പോൾ, ഇവിടെ കേന്ദ്രം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ പോകുന്നു, അതുകൊണ്ട് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു എന്നവന്മാർ പറയും. അല്ല, ഈ കയ്യിലിരിക്കുന്ന സാധനം എന്തോന്നാണ്, ഇതിനകത്ത് പറയുന്നുണ്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്ന് പറയുന്നുണ്ട്. ഏതോ പ്രൊട്ടസ്റ്റ് കർണേക്ക് ലിയേ, ഇതിനെപ്പറ്റി നമുക്കൊന്നും അറിഞ്ഞൂടാ എന്ന് പറയുന്നത് പോലെയാണ് അവിടുത്തെ പാറ്റകളുടെ കാര്യം എന്ന് പറയുന്നത്. പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് കയ്യിൽ ഭരണഘടനയും അതിങ്ങനെ തുറന്നു നോക്കുന്ന അതൊന്നും നമുക്കില്ല. എന്തായാലും നമ്മുടെ പാർവതി തിരുവോത്ത് ചേച്ചിയുടെ ആ ഒരു കൊള്ളാം, നല്ല ഒരു ഇതാണ്. ഇതുപോലെ എഴുതിയിട്ടതാണ് നമ്മുടെ രാജു ചേട്ടൻ, പൃഥ്വിരാജേട്ടൻ ഉണ്ടല്ലോ, റെവല്യൂഷൻ ഈസ് ഹോം ഗ്രൗൺ എന്ന് പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി സമയത്തുണ്ടല്ലോ, റെവല്യൂഷൻ ഈസ് ഹോം ഗ്രൗൺ, അതായത് കലാപം, റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ, ഈ റെവല്യൂഷനിലൂടെയാണ് റയറ്റ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇവിടെ വരണമെന്നുള്ള രീതിയിൽ പുള്ളി അന്ന് എഴുതിയിട്ടു. ഞാൻ അടക്കം ഒന്ന് പുള്ളിയെ വിമർശിച്ചു. ഇപ്പോൾ അന്ന് കയറി വന്നതാണ്. ഇപ്പം 3-4 പടമൊക്കെ അടുപ്പിച്ച് പൊട്ടി വീട്ടിൽ ഇരിപ്പുണ്ട്. എന്തായാലും അതിലൊരു പടം ചേച്ചി അഭിനയിച്ചത് കൂടെയാണെന്ന് അറിയാൻ എനിക്ക് ഖേദമുണ്ട്. പക്ഷേ ചേച്ചിയെ തേച്ച മറ്റേ ഗീതു മോഹൻദാസ് ഉണ്ടല്ലോ, മമ്മൂട്ടിയുടെ കസബയുടെ സമയത്ത് നമ്മുടെ ഈ വട്ടപ്പൊട്ടുവിട്ട് മുടി ഇങ്ങനെ സ്പ്രിങ്ങൊക്കെ ഇങ്ങനെ അടിച്ചിട്ട് ഒരു ഷോൾ ഇങ്ങനെ കഴുത്ത് കാണാൻ പാടില്ല, കഴുത്ത് കാണാതെ ഒരു ഷോൾ ഇങ്ങനെ പരമശിവൻ്റെ പാപ്പിനെ പോലെ തോളിൽ ചുറ്റി മുഷിഞ്ഞൊരു ശഞ്ചിയിട്ട് കൈയില്ലാത്ത ഉടുപ്പ് ഇട്ട് വന്ന് കാലും കയറ്റിയിരുന്ന് ചേച്ചി ഇങ്ങനെ പറഞ്ഞതാണ്. എന്താണ്, ഇവിടെയുള്ള സിനിമകളൊക്കെ വളരെ സ്ത്രീ വിരുദ്ധമാണ്. ഐ ഡോണ്ട് വാണ്ട് ടു സേ ദ നെയിം ഓഫ് ദാറ്റ് മൂവി. അപ്പുറത്തിൽ നിന്നോട്ട് നമ്മുടെ ഗീതു മോഹൻദാസ് ചേച്ചി മൂട്ടിക്കൊടുത്തു. വൈ ഡോണ്ട് യു സേ ഇറ്റ്?
സേറ്റ് കമോൺ സേറ്റ് എന്ന് പറഞ്ഞതാണ്. അങ്ങനെ ചേച്ചി പറഞ്ഞു കസബ എന്ന് പറഞ്ഞതാണ്. പിന്നെ ചേച്ചിയുടെ അഡ്രസ്സില്ല. മമ്മൂട്ടി ഫാൻസ് കയറി മേഞ്ഞു, അത് വേറെ കാര്യം. പിന്നെ ചേച്ചിക്ക് സിനിമയില്ല, ചേച്ചിയുടെ കൂടെ നിൽക്കാൻ ആളില്ല. അതിൻ്റെ ഇടയിൽ മറ്റേ വുമൺ ഇൻ കളക്റ്റീവ് എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നു, അതിൻ്റെ അഡ്രസ്സ് പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് ഇവർക്കൊക്കെ ഇവരുടെ പേരും ഫെയിമും സംരക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എത്രയോ വിഷയങ്ങളുണ്ട്, അതൊന്നും ടേക്കപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം, അതും ചത്തുപോയി. അത് കഴിഞ്ഞ ശേഷം പിന്നെ എന്ത് ചെയ്തു, നമ്മുടെ ചേച്ചിക്ക് സിനിമയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ചേച്ചി പല സൂചനകളും പല ആൾക്കാർക്കും കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂസിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതങ്ങനെ പറഞ്ഞതും ശരിയായില്ല, അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ബിക്കോസ് അവർ സൊസൈറ്റി ഈസ് വെരി വെരി ബാഡ്. അങ്ങനെയുള്ളൊരു സെറ്റപ്പായിരുന്നു. ചേച്ചി സൊസൈറ്റി ലേഡിയാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ അതും പൊട്ടിപ്പോയി. അതും പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗീതു മോഹൻദാസ് ചേച്ചി എന്ത് ചെയ്തത്, യാഷിനെ വെച്ചിട്ട്, നമ്മുടെ KGF റോക്കി ബൈൽ യാഷിനെ വെച്ചിട്ട് ടോക്സിക് എന്ന് പറഞ്ഞൊരു പടം ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ അത് ചെയ്തു. അതിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ ഞെട്ടിപ്പോയി. ആമ്പോ ഭയങ്കരം. യാഷ് ടോക്സിക് എന്ന് പറഞ്ഞാൽ അസൽ ടോക്സിക്. അതിൽ ഈ കസബയിൽ സ്ത്രീകളെ എന്ത് ചെയ്യുന്നു, സ്ത്രീകൾക്ക് ഡ്രസ്സെങ്കിലും ഉണ്ടെന്ന് പറയാം, ഇതിൽ ഡ്രസ്സില്ല. ഗീതു മോഹൻദാസ് ചേച്ചിയുടെ പടമാണ്, ഡ്രസ്സും ഇല്ല, ലൈംഗികതയുടെ അതിപ്രസരം, ലൈംഗികതയെന്നൊക്കെ പറഞ്ഞ് വാരി പൂശിയിരിക്കുകയാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു കലയാണല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതായത് യാഷോ, അതിൻ്റെ ട്രെയിലർ തന്നെ യാഷ് വില്ലന്മാരെ ബോംബ് വെച്ച് കൊല്ലുന്നതാണ്. ബോംബ് വെച്ച് കൊല്ലുന്നത് എങ്ങനെയാണ്, യാഷും ഒരു പെൺകുട്ടിയും കൂടെ ഒരു കാറിൽ കിടന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഏർപ്പെട്ട് നമ്മുടെ മോഹൻലാൽ പറയില്ലേ ചോട്ടാ മുംബൈയിൽ, എടാ നീ പടത്തിൽ സയൻറ്റിസ്റ്റ് അല്ലേ, നിന്നെ തടവാനായി ഷക്കീല വരുന്നു. അങ്ങനെ നീ തടവി അവസാനം നീ ആകാശത്തോട്ട് റോക്കറ്റ് വിടുന്ന പടം ഫിനിഷാണ് എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നത് പോലെ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആ ബോംബിനെ അങ്ങ് പൊട്ടിക്കുന്നു. അങ്ങനെ പൊട്ടിക്കുന്നതാണ് ആ സിനിമയുടെ ട്രെയിലർ എന്ന് പറയുന്നത്. അപ്രീസിയേഷനൊക്കെ കുറേ കിട്ടി. ചേച്ചിക്ക് ഇത് സഹിക്കാൻ പറ്റിയില്ല. നമ്മുടെ പാർവതി തിരുവോത്ത് ചേച്ചിക്കുണ്ടല്ലോ, ചേച്ചി അന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറിയിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടോ, അത് ഒരു സ്റ്റോറിയിൽ ഒരു വിഷമിച്ച് ഒരു മൊന വെച്ച് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. അത് ആർക്കാണ് കൊള്ളുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പുറത്തുനിന്ന് സേറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി രണ്ടും കൂടെ ഒരുമിച്ച് വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് ഗീതു മോഹൻദാസ് ചേച്ചിയോട് തിരുവോത്ത് ചേച്ചി പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലായി. എന്ത് തന്നെയായിരുന്നാലും വളരെ നല്ല കാര്യം. ഇപ്പോൾ നമ്മുടെ നീറ്റ് പരീക്ഷയുടെ കാര്യമൊക്കെ ചേച്ചി ടേക്ക് ഓവർ ചെയ്ത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം PSC കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. PSC എല്ലാം തൊലഞ്ഞു, പണ്ടാരും കുത്തുവാള എടുത്തു, അങ്ങനത്തെ രീതിയിൽ കിടക്കുകയാണ്. കാരണം ഒന്നുമില്ല ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ. ഈ പണ്ടൊക്കെ PSC എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കുമായിരുന്നു, ഇന്ന് പെടുക്കും. അതായത് PSCക്കാർ പെടുക്കും നമ്മളെ കാണുമ്പോൾ. കാരണം വരുന്നവൻ പാർട്ടി ഗുണ്ടയാണോ, അതേ പാർട്ടി അസൈൻ ചെയ്തിട്ട് പേപ്പർ അവന് ചോർത്തി കൊടുക്കണോ, അല്ലെങ്കിൽ ഇവൻ്റെ കാതിൽ മറ്റേ ഇയർപോഡ് വെച്ച് കൊടുക്കണോ, അവൻ്റെ കാതിൽ ഇയർപോഡ് വെച്ച് കൊടുക്കണോ എന്നുള്ള പേടിയിലാണ് സത്യം പറഞ്ഞാൽ PSCയിൽ ഇരിക്കുന്ന ആൾക്കാർ പോലും. ഒരുപാട് പരീക്ഷകളൊക്കെ ഇപ്പോൾ റദ്ദാക്കി. മെനങ്ങാന്ന 4 സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ മണ്ണ് വാരി തിന്നുകൊണ്ട് ഒരു പ്രതിഷേധം ഉണ്ടായി. എന്തായാലും ചേച്ചിക്ക് അതിനെ കുറച്ചുകൂടെ വാ തുറക്കാം. കാരണം ഇപ്പോൾ ചേച്ചിയുടെ പാർട്ടി പോയി, LDFനെ നാട്ടുകാർ മൂലയിലിരുത്തി. ഇപ്പം VD സതീശനാണ്, അതുകൊണ്ട് ആഞ്ഞടിക്കാം, എല്ലാം അങ്ങനെ തലയിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാം ക്ലിയർ ആണല്ലോ. ശരി.